ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. നാളെ എന്താകുമെന്ന ആകുലതയും നമുക്കൊപ്പമുണ്ട്. ഈ സമയം നാം ഓർമ്മിക്കേണ്ട ഒരു വേദപുസ്തക വികാരമുണ്ട്. അത് പ്രതീക്ഷ എന്ന വാക്കാണ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നിവയുടെ പൂർണ്ണതയാണ് പ്രതീക്ഷ. പ്രത്യാശ എന്ന വാക്കിന് ഏറ്റവും അർത്ഥവത്തായിരിക്കുന്നത് തിരുവചനത്തിലെ 3-ാം ദിവസം എന്നുള്ള ചിന്തയാണ്. അവൻ നമ്മെ മരിക്കാൻ വിട്ടുകൊടുത്താലും 3-ാം നാൾ ഉയർപ്പിക്കും. യഹൂദന്മാരുടെ വിശ്വാസം, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 3 ദിവസം പ്രാണൻ അയാൾക്കൊപ്പം ഉണ്ടായിരിക്കും. അതു കഴിഞ്ഞാൽ ശരീരം അഴുകാൻ തുടങ്ങും എന്നതാണ്. അതുകൊണ്ടാണ് ലാസറിൻ്റെ സമാധിയിൽ യേശു വന്നപ്പോൾ അവൻ്റെ സഹോദരിമാർ പറഞ്ഞത്, യേശുവെ, മരിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ അർത്ഥം, ഏതെങ്കിലും തരത്തിൽ നിനക്ക് ഗുണപരമായ ഇടപെടൽ നടത്താൻ പറ്റുമെങ്കിൽ ആ നേരം കഴിഞ്ഞിരിക്കുന്നു. ഇവിടെയാണ് 3-ാം ദിവസം എന്ന വാക്കിൻ്റെ പ്രസക്തി. മനുഷ്യൻ്റെ പ്രതീക്ഷ അസ്തമിക്കുന്നിടത്തു നിന്ന് ദൈവത്തിൻ്റെ ശരിയായ സമയം ആരംഭിക്കുന്നു. നമുക്കൊന്നും പ്രതീക്ഷിക്കാനില്ലാത്ത ആ നേരത്ത് എല്ലാം നന്മയ്ക്കാക്കി തീർക്കുന്ന ദൈവിക ഇടപെടൽ. പ്രതീക്ഷ നമ്മിൽ ജനിക്കുമ്പോൾ നഷ്ടപ്പെട്ട എല്ലാ ബന്ധങ്ങളും നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും. അതിന് സ്നേഹത്തിൻ്റെ ലഹരിയായ ഒരു സ്പിരിറ്റ് നമ്മിൽ വരണം. അതാണ് പരിശുദ്ധാത്മാവ്. നമ്മൾ ശരീരം കൊണ്ടാണ് പലപ്പോഴും പ്രവർത്തിക്കുന്നത്. ഒരു കുഞ്ഞിനെ തൊട്ടിലാട്ടി ഉറക്കുമ്പോൾ അതിൽ ഒരു വാത്സല്യത്തിൻ്റെ കുറവുണ്ട്. ദൈവമേ എന്ന് വിളിക്കുമ്പോൾ ദൈവാനുഭവത്തിൻ്റെ കുറവുണ്ട്. ഈ കുറവ് നികത്താൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വർത്തിക്കണം. ശരീരവും മനസ്സും ആത്മാവും ഒന്നിച്ച് ദൈവസന്നിധിയിൽ വന്നെങ്കിലേ പലതിൻ്റെയും കാരണം തേടിയുള്ള ഈ അലച്ചിൽ അവസാനിക്കൂ. നമ്മുടെ ഈ ചെറിയ പ്രാണനിൽ നിന്ന് എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? ജീവൻ്റെയും മരണത്തിൻ്റെയും ഇടയിലെ കല്ല് നീക്കി മനുഷ്യ മനസ്സുകളിൽ പ്രതീക്ഷ തരുന്നവനായ ആ ദൈവത്തിന് ദേവാലയങ്ങളായി തീരുവാൻ നമ്മെ സമർപ്പിക്കുക. ഒരു 3-ാം നാൾ നിന്റെ ജീവിതത്തിലുമുണ്ട്. മീഖാ പ്രവചനം 7:7. ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.